ഇത് കുട്ടി വിചാരിക്കുന്ന പോലൊരു സാധാരണ സ്ഥലമല്ല. നടന്നു പോകുന്ന കാലടികളിൽ പോലും അപകടം പതിയിരിക്കുന്നുണ്ട്. കേട്ടില്ലേ? കാലംകോഴിയാ. മരണമാണത് വിളിച്ചു വരുത്തുന്നത്. ആരുടേതാണെന്ന് ആർക്കറിയാം? അതിന്റെ മുന്നിലേക്ക് നടന്നു കയറണോ? ഞാൻ ഇവിടെന്തോ ശബ്ദം കേട്ടപ്പോ ഇറങ്ങി വന്നതാ. പരിചയമില്ലാത്ത ശബ്ദങ്ങൾ പലതും കേൾക്കും. നിഗൂഢമായ ഒരുപാട് ശക്തികൾ ഈ പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. അതിനെ മറികടന്ന് പോകരുത്. മനസ്സിലായോ? ഗന്ധർവ സഞ്ചാരമുള്ള സ്ഥലമാണ് ഇവിടം. ഓ, ഞാനത് മറന്നു. ഗന്ധർവനും യക്ഷിയും തമ്മില് ശത്രുതയില്ലെന്ന് പുരാവൃത്തങ്ങൾ പറയുന്നുണ്ട്. അപ്പോ തനിക്ക് ഗന്ധർവന്റെ ഭയം വേണ്ട. ഞാൻ ഇപ്പൊ തന്നെ മുറിയിലേക്ക് പോവാ. അനാവശ്യമായ ലക്ഷ്യങ്ങളിലേക്ക് നടക്കരുത്. അത് അപകടമാണ്. അത് ഓർമ്മിച്ചാൽ നന്ന്. ഗുരുജി, ഗുരുജി, എങ്ങനെ ഇവിടെ വന്നത്? ആ പുകപടലം മൊത്തത്തിൽ
എന്നെ വന്ന് മൂടിക്കളഞ്ഞു. പിന്നീട് എനിക്കൊന്നും ഓർമ്മയില്ല. ഒടുവിൽ ശ്വാസം കിട്ടാതെയാ ഞാൻ ബോധം കെട്ട് താഴേക്ക് വീണത്. നമുക്ക് മുറിയിലേക്ക് പോകാം. വേണ്ട, അല്പനേരം കൂടി ഞാൻ ഇവിടെ ഇരിക്കട്ടെ. ഇല്ലെങ്കിൽ ഞാൻ അവിടെ എങ്ങനെ ബോധം കെട്ട് വീണു? ശിവയോഗിയുടെ ബ്ലാക്ക് മാജിക് തന്നെയായിരിക്കും അതിന് പിന്നിൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി സൂക്ഷിക്കണം. അയാൾക്ക് എന്തൊക്കെയോ ശക്തിയുണ്ടെന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷേ ഇത്രയും കരുതിയില്ല. അല്ല മാഡം, എന്ത് ബ്ലാക്ക് മാജിക് ഉണ്ടായാലും നമ്മുടെ ലക്ഷ്യം നമ്മൾ തീർത്തിരിക്കും. വെറുതെ എന്തെങ്കിലും പറയല്ലേ മൂർത്തി. സച്ചി മാരുതി ഇവിടെ എത്താതെ നോക്കാമെന്ന് മൂർത്തി പറഞ്ഞല്ലേ? എന്നിട്ട് എന്തായി? അവരിവിടെ എത്തിക്കഴിഞ്ഞു. അവരെ തടയാൻ കഴിഞ്ഞോ? ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനിയധികം കാത്തിരിക്കണ്ട. സച്ചയെ നമുക്കങ്ങ് തീർത്തു കളയാം. വെറുതെ പറഞ്ഞാ പോരാ, തീർക്കണം. തീർക്കും, തീർത്തിരിക്കും. അവനെ തീർക്കുന്നോണ്ട് മാത്രം പ്രശ്നങ്ങളൊന്നും തീർന്നില്ല. അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടാൻ പാടില്ല. കിട്ടിയാ അവൾ എന്നെ തിരിച്ചറിയും. അല്ല മാഡം ഇവിടെ തന്നെ ഇരുന്നാ മതി. അതിനു വേണ്ടത് ഞങ്ങൾ ചെയ്തോളാം. ഈ രാത്രി നമുക്ക് വളരെ പ്രധാനമാണ്. സച്ചി അവനെ ഇന്ന് തീർത്തിരിക്കണം. മാഡം ധൈര്യമായിട്ടിരിക്കും. അവനെ ഞങ്ങൾ തീർത്തിരിക്കും.